കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവനെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നിർത്തണ കൊച്ചുണ്ടല്ല. ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങിഞ്ഞോട്ട്. ഫ്രണ്ടിൽ ചെന്ന് ദുഃഖത്തോടെ നില്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവുമുള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവെച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കും. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കരോക്കെട്ട് ഞാൻ 2-3 പാട്ടുകൂടെ പാടിയേനെ. ഒന്ന് കര. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂ. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട ചേർക്കാൻ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറി. അതുവഴി അങ്ങ് പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാൻ നോക്കണേ. ചന്ത പിരിയുന്നതിന് മുമ്പ് അവിടെ ചെന്ന് നല്ലൊരു പിരിവ് കിട്ടും. വേഗം വിടങ്ങോട്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2800, 2100. ഇതങ്ങനെ വേണ്ട. ഇതിലൊന്നുമില്ലല്ലോ. 1, 2, 3, 4, 5. ഇന്നാ 500 രൂപ ഐശ്വര്യം പറ്റി. രാവിലെ ഒരു ചടിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടൂ. എന്തോന്ന് ഇടാ? രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോൾ ഞാനല്ലേ, പിന്നെ എന്ത്? ഓടിക്കല് മാത്രമല്ലല്ലോ, പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ കാട്ടും. ഈ ഊത്ത കോളാമ്പിക്ക 2500 രൂപ. ഒന്ന് ജനിപ്പിക്കാതെ പോകണ്ട. 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടി കൊണ്ട് കൊടുത്താൽ മതി. ദേ, നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയ ആളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാം. ഈ കൊച്ചിനെ നല്ല ഇയാൾ വാടകയ്ക്ക് എടുത്താൽ. അതേടോ, ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെ. ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണി എന്നില്ലേ? അത് എന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, ഈ പേട്ട് ചെറുക്കന് കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോൾ തന്നെ രൂപ അവലിയോടൊക്കെ ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കപ്പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെയല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാ. കുലുക്കി എന്നെ കാരെ അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ. വിഷമിക്കേണ്ട, എല്ലാം ശരിയായി വരും. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന തമ്പുരാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സന്തോഷായില്ല. ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥന. അല്ല, നല്ല മനസ്സുകളുടെ കരുണ. ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. കണ്ടോ, നിന്റെ മോൻ അങ്ങോട്ട് വളർന്നു. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനാണ് ദൈവം. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതെപ്പോഴും ഉണ്ടാവും. നല്ലത് കേൾപ്പിക്കണം. പാവങ്ങളെയും നീതി നിഷേധിക്കപ്പെട്ടവരെയും രക്ഷിക്കുന്നവനാവണം. മാത്രല്ല, നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ കുഞ്ഞനിയന്മാര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇല്ലച്ചോ, എനിക്കെങ്ങനെ മറക്കാൻ കഴിയുമോ? അതെനിക്കറിയാടാ മോനെ. ആട്ടെ, എവിടേക്കാ പോസ്റ്റിംഗ്?
ഗാന്ധിനഗർ സ്റ്റേഷൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്താണ് അച്ചോ അവിടെ തന്നെ ഈ പോസ്റ്റിംഗ്. അത് വേണ്ടായിരുന്നു. വേണം. അവിടെയാണല്ലോ അവരുള്ളത്. ആ ഉണ്ണിയാർച്ച എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി. അവരെനിക്ക് കിട്ടണം, എൻ്റെ കൈപ്പാങ്ങിന്. എന്നിട്ട് എനിക്ക് അവരോട് ചോദിക്കണം എന്തിനാണ് എൻ്റെ അച്ഛനെ തല്ലിയതെന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ നെഞ്ചിക്കിടന്ന് നീറ് കാണിച്ചു. ഓർഫനേജിൻ്റെ ഇരുട്ടിലിരുന്ന് പലവട്ടം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ കൈകൊണ്ട് അവരുടെ കഴുത്തഞ്ഞിരിക്കുന്നത്. പ്രതികാരം അത് ദൈവത്തിന് വിട്ടേക്ക് മോനെ. കാലം അവരോട് കണക്ക് ചോദിച്ചോളും. എൻ്റെ മോൻ മനസ്സിലെ ആ കരടൊക്കെ കഴുകിക്കളഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരുപാട് പ്രതീക്ഷകളുണ്ട് എനിക്ക് നിന്നിൽ. അച്ഛൻ എന്നെ വിശ്വസിക്കാൻ. ആ, നിനക്ക് നിന്റെ അനിയന്മാരെ കാണണ്ടേ? വേണം. മക്കളെ ഒന്ന് വന്നേ. കൊണ്ടുവരും. ആ. എല്ലാവർക്കും ഉണ്ടേ. ഹലോ, ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടോ? ഇവിടെ എല്ലാം റെഡിയാണ്. ആ ഓക്കെ ഓക്കെ, പോരെ പോരെ. അതെ, MLA ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു. ദിനേശ്, പൂമാല റെഡിയല്ലേ? ഇവിടെ റെഡി. റെഡിയോ? വീഡിയോ അല്ല, പടക്കം പടക്കം. ചേട്ടാ, പടക്കം റെഡിയല്ലേ? മൈക്ക് അവിടെ പോയി. ആ, പ്രിയമുള്ളവരെ, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AKPP നടത്തുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. നാടിന്റെ രോമാഞ്ചമായ കണ്ണിൽ ഉണ്ണിയായ ഹാരിസ് മുഹമ്മദ് അവർകൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ ശരിയാ, പക്ഷെ കണ്ണിൽ ഉണ്ണി പോയ മാതിരിയാ ഇവിടുത്തെ നാട്ടുകാർക്ക്. അയ്യോ ചേട്ടാ, സാറേ, ഞാൻ 2 പൂരിയല്ലേ ചോദിച്ചത്, ഇത് 4 പൂരിയുണ്ട്. 2 എണ്ണം അവനും കൊടുക്ക്. ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നോളി. പ്ലേറ്റ് ഇല്ല. എന്നെയാണോ? അച്ഛല്ല, ശിവ ശിവ. എന്താണ് കഴിക്കാനുള്ളത്? അത് ശരി, പൈസ ഇല്ലാതെ കഴിക്കാൻ വന്നേ. You have kapsa, alfam, shawai, tandoori. Oh no, country fellow. സംഭാഷണ രീതികൾ മാറുന്നു. മക്കളെ, വല്ല ഉണ്ടംപുരിയൊക്കെ കഴിച്ചിട്ട് പോ. Hey, കൊള്ളാലകടി. അപ്പോൾ മോഡേൺ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇല്ലല്ല. Okay bros, bye. Come on. Yeah. Bye bro. ഇവന്റെ തലയിൽ എന്താ കക്കൂസ് ചെയ്യണ പ്രശ്നം? മച്ചു, ലെവളല്ല നമുക്ക് മുട്ടം പണിയെന്നവള്. അവള് തന്നെ ബ്രോ. ഞാനൊന്നും പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതല്ലേ ഇത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ. അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ MLA ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക്. ചേട്ടാ, കടന്നു വാ. എല്ലാവരും ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ച്, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കിട്ടോ